ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാൻ ചിക്കനും ഓട്സും ഉപയോഗിച്ച് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്തി വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എണ്ണൊന്നും അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പികളായിരിക്കും കൂടുതൽ പേരും ഈ നോമ്പാലത്ത് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 500 ഗ്രാമൊക്കെ മതിയാകും. പക്ഷെ എന്നും പറയാനുള്ള പോലെ തന്നെ ഏത് വിഭവം ഉണ്ടാക്കുമ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ മട്ടനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ 1 കിലോയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ സബോള നൈസായി അരിഞ്ഞത്, പിന്നെ ഒരു ഏലക്കായ, വളരെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ കരിയാമ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചിക്കൻ നന്നായി ഒന്ന് വേവിക്കാം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയാൽ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായി വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഈ വെള്ളത്തിൽ വേണം ഓട്സ് വേവിക്കാൻ. ഓട്സ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനിലെ എല്ല് മാറ്റാം. നമുക്കൊരു പാത്രത്തിൽ 2 കപ്പ് ഓട്സ് എടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഏത് ഓട്സ് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഹോൾ ഗ്രെയിൻ ഓട്സാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. 1 കിലോ ചിക്കനിലേക്ക് 2.5 കപ്പ് വരെ ഓട്സ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് വേണമെങ്കിൽ കുക്കിംഗ് ക്രീമും ചേർക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കിത് ഏകദേശം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളിലും മലബാർ പ്രദേശങ്ങളിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹരീസ് അല്ലെങ്കിൽ അലീസയുടെ സെയിം റെസിപ്പിയാണിത്. ഗോതമ്പിന് പകരം ഓട്സ് ഉപയോഗിച്ചെന്ന് മാത്രം. ഞാൻ കുറേ മുന്നേ ഗോതമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന അറബിക് സ്റ്റൈലിലുള്ള ഹരീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഗോതമ്പ് വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ കിഡിലൻ ടേസ്റ്റുമാണ്, ഈസിയാണ് ഓട്സ് വെച്ചുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഓട്സ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ എല്ല് കളഞ്ഞെടുത്ത ചിക്കൻ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനിതിലുണ്ടായിരുന്ന ഏലക്ക, പട്ട, കരയാമ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലുണ്ടായിരുന്ന വെളുത്തുള്ളി, സബോളയൊക്കെ ചിക്കൻ്റെ കൂടെ തന്നെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓട്സ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്കിത് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹരീസ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായാൽ നൈസായി അരിഞ്ഞ ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി നന്നായി മുരിഞ്ഞു വന്നാൽ നമുക്കിത് അരീസിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹരീസ് ഇവിടെ റെഡിയായി. ഓട്സ് കഴിക്കാൻ ഒരുവിധം കുട്ടികൾക്കും മടിയായിരിക്കും. പക്ഷേ ഇത് ഓട്സ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.